ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ഉദ്ഘാടനം കേരളത്തിന്റെ പ്രിയങ്കരനായ ജനപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ, വേദിയിൽ സന്നിഹിതരായിട്ടുള്ള പ്രിയപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉൾപ്പെടെയുള്ള ശശി തരൂർജി ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മളൊരു യുദ്ധത്തിന് തന്നെയാണ് ഇറങ്ങിയിരിക്കുന്നത്. കേരളത്തെ ഇത്രയും കട്ടുമുടിച്ച കേരളത്തിലെ ജനങ്ങളുടെ മനസ്സമാധാനം പോലും ഇന്ന് കേരളത്തിലെ ഏതെങ്കിലും വിഭാഗത്തിൽപ്പെട്ട ജനങ്ങൾക്ക് മനസ്സമാധാനത്തോടു കൂടി ഒന്ന് ജീവിക്കാൻ കഴിയുന്നുണ്ടോ? ഒന്ന് ഉറങ്ങാൻ കഴിയുന്നുണ്ടോ? ഒന്ന് ജോലി ചെയ്യാൻ കഴിയുന്നുണ്ടോ? കേരളത്തിലെ സ്ത്രീകൾക്ക് റോട്ടിലൂടെയോ ട്രെയിനിലൂടെയോ സഞ്ചരിക്കാൻ കഴിയുന്നുണ്ടോ? അവരുടെ വീടുകളിൽ പോലും സുരക്ഷിതത്വം ഇല്ലാത്ത ഒരു സാഹചര്യത്തിലേക്കൊക്കെ ഈ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ, ഈ ഒരു സാഹചര്യത്തിലേക്ക് തള്ളിവിട്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഒരു കാര്യം മാത്രം പറയാൻ ആഗ്രഹിക്കുകയാണ്. കേരളത്തിലെ വീട്ടമ്മമാർ ഉണ്ണിയാർച്ചകളായി മാറിക്കൊണ്ട് തന്നെ പിണറായി വിജയനെതിരെ, പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി രാജിവെക്കും വരെ ശക്തമായ പ്രതിഷേധങ്ങളുമായി UDFന്റെ ഒപ്പം തന്നെ കേരളത്തിലെ സ്ത്രീകൾ ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇത്രയും മനസ്സമാധാനം കെടുത്തിയ ഈ ഒരു ദുർഭരണത്തിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ ഇനിയും ഉയരും. UDFന്റെ ഈ സമരത്തിന് മഹിളാ കോൺഗ്രസിന്റെ എല്ലാവിധ അഭിവാദ്യങ്ങളും നേരുന്നു. എല്ലാവർക്കും ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, നമ്മുടെ UDF കൺവീനറുമായ ശ്രീ പി കെ വേണുഗോപാൽ, ഇവിടെ നമുക്ക് വേണ്ടി ഉദ്ഘാടനം ചെയ്ത നമ്മളെല്ലാവരെയും ആദരിക്കുന്ന പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ, നമ്മുടെ ഉപനേതാവ് മുസ്ലിം ലീഗിന്റെ നേതൃത്വം ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി, ഇവിടെ വേദി സദസ്സിരിക്കുന്ന എല്ലാ ബഹുമാന്യരും, എല്ലാവരും പേരെടുത്താൽ നേരം ഇനിയും വൈകും. ഇവിടെ ഇരിക്കുന്ന എൻ്റെ എല്ലാ സഹപ്രവർത്തകരുടെ സുഹൃത്തുക്കളും പാർട്ടി പ്രവർത്തകരും, നിങ്ങളെ കേൾക്കാനും നമ്മുടെ ജനാധിപത്യം സംരക്ഷിക്കാൻ വേണ്ടി എത്തിയ എല്ലാ മഹാജനങ്ങളും എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് നേരം വൈകിയത് മാത്രമല്ല, പക്ഷേ നമ്മളിപ്പോൾ കേട്ട 2 പ്രസംഗത്തിന് ശേഷം കൂടുതൽ ചേർത്താലേ നമ്മുടെ പ്രതിപക്ഷ നേതാവ് നല്ലൊരു ചുട്ട പാല് കാച്ചിയ ശേഷം അതിനു വേണ്ടി തണുത്ത വെള്ളം ഒഴിച്ചിട്ട് ഞാൻ കേടുവരുത്താൻ ആഗ്രഹിക്കുന്നില്ല. നമുക്ക് 1-2 കാര്യങ്ങൾ മാത്രമേ ഇതിൽ ചേർത്താണ്. ഒരു പഞ്ചസാരയായിട്ട് എന്താണത് പ്രത്യേകിച്ച് നമുക്ക് വലിയൊരു ചിന്ത, ഈ നാടിൽ നമ്മുടെ ജനാധിപത്യത്തിന്റെ ഭാവി എന്തായി? നിങ്ങൾക്കറിയണം, കേരളം പല വിധത്തിലും ഭാരതത്തിന്റെ ഇടയിലൊരു മിന്നുന്ന ഒരു താരമായിരുന്നു കേരളത്തിൽ ജനാധിപത്യം. ഇവിടെ ജനങ്ങൾക്ക് പഠിപ്പുണ്ട്, അറിവുണ്ട്, അവരെ എളുപ്പത്തിൽ മിരട്ടാൻ സാധിക്കില്ല. അവർക്ക് അവരുടെ അവകാശങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അവർക്ക് എങ്ങനെയാണ് ഒരു സർക്കാർ പെരുമാറേണ്ടതെന്ന് അറിയുന്ന ഒരു വിശ്വാസത്തിലാണ് നമ്മളെല്ലാവരും ജീവിച്ചിട്ടുള്ളത്. പക്ഷെ ഇപ്പോൾ 8 വർഷക്കാലമായിട്ട് നമ്മളെ ചതിച്ച് ഭരിക്കുന്ന ഈ CPM സർക്കാർ ജനാധിപത്യത്തിന് ഒരു വിലയില്ല, ജനാധിപത്യത്തിന്റെ രീതിക്ക് വിലയില്ല, ജനാധിപത്യത്തിന്റെ പെരുമാറ്റത്തിന് വിലയില്ല, സത്യത്തിന് വിലയില്ല. ഓരോരോ കാര്യങ്ങൾ നമ്മളുടെ പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാണിച്ചപ്പോൾ ഓരോരോ കാര്യങ്ങളിലും അവർ വീക്ഷിക്കണം. അതിനൊപ്പം ശ്രീ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞ പോലെ ഒരു നല്ല കാര്യങ്ങളും നടന്നിട്ടില്ല, വികസനം സംഭവിക്കുന്നില്ല. അപ്പൊ ഈ ജനാധിപത്യ വിശ്വാസികളായ മലയാളികൾ നമ്മുടെ കേരളത്തിൽ നിന്ന് എന്തുകൊണ്ടാണ് അതിനെ എളുപ്പത്തിലെടുക്കുന്നത് ഈ സർക്കാർ? അതിൽ നമ്മളുടെ വല്ല കുഴപ്പമുണ്ടോ, നമ്മളുടെ വല്ല നഷ്ടമുണ്ടോ, നമ്മളുടെ വല്ല കുറവുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അതുകൊണ്ടല്ലേ നമ്മൾ ഈ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓരോരോ സമയത്ത് വേദിയിൽ വന്നിട്ട് സംസാരിക്കണം, പറഞ്ഞതന്നെ പറഞ്ഞുകൊണ്ടിരിക്കണമെന്ന് ഒരു പരാതി വന്നാൽ അതിന് മറുപടി പറയണത് ഇവര് ചെയ്യുന്ന സംഭവിക്കുന്നതെല്ലാം വീണ്ടും സംഭവിക്കണമല്ലോ, അവര് പെരുമാറ്റുന്ന ഒരു മാറ്റമില്ല. അവരിൽ ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് അവരെക്കുറിച്ച് ചൂണ്ടിക്കാണിക്കാനും മറുപടി പറയാനും നിരവധി അവസരങ്ങൾ അവർ നമുക്ക് നൽകുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ ഇന്റർവ്യൂവിന്റെ വിഷയത്തിൽ അനാവശ്യമായിട്ട് ഒരു ജില്ലയും ആ ജില്ലയിലത്തെ ഭൂരിപക്ഷമായ ഒരു സമുദായത്തിനെ ആക്ഷേപിക്കാൻ വേണ്ടി മാത്രമാണ് അത് ചെയ്തിരിക്കുന്നത്. ഇതാരുടെ അജണ്ടയാണ്? ആരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കേരളത്തിൽ സ്വർണ്ണ സ്മഗ്ലിംഗ് ഒരു ഡിസ്ട്രിക്റ്റിൽ പ്രത്യേകിച്ച് കേസുകൾ കൂടുതൽ പറയുമ്പോൾ ഉദ്ദേശം എന്താണ്? അത് മുഖ്യമന്ത്രി ഇന്റർവ്യൂവിൽ പറയാൻ വിട്ടുപോയപ്പോൾ അദ്ദേഹത്തിനൊപ്പം ഇരിക്കുന്നുണ്ടായിരുന്ന PR ഏജൻസി ആൾക്കാർ എഴുതി ആവശ്യപ്പെട്ടിട്ടാണ് ഈ വാചകങ്ങൾ പേപ്പറിൽ അടുത്ത ദിവസം വന്നത്.
അതിൻ്റെ അടുത്ത അർത്ഥം അത്രത്തോളം അത്യാവശ്യം ഒരു സന്ദേശമായിട്ടാണ് മുഖ്യമന്ത്രി മധ്യത്തെ PR ഏജൻസിയും ഇത് കണ്ടത്. നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ ഒരു വർഗീയ രാഷ്ട്രീയം ഒരു മുഖ്യമന്ത്രി കളിക്കുന്നുള്ള ഒരിക്കലും വിചാരിച്ചില്ല. നമ്മളെല്ലാവരെയും കൂട്ടിക്കൊണ്ടുവരുന്ന വികസിത സംസ്ഥാനമാണ്. എല്ലാ ഭാഗം, എല്ലാ വർഗം നമ്മൾക്ക് ഒന്നായി കാണുന്ന ഒരു രാഷ്ട്രീയമായിരുന്നു നമ്മളുടെ. ഇതെല്ലാം മാറ്റാൻ ഇറങ്ങിയ ഈ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി മഹാമോശമായിട്ട് നമ്മുടെ സംസ്ഥാനത്തിന് നാണക്കേട് കൊണ്ടുവരുന്ന രീതിയിലാണ് നിയമസഭയിൽ ഇപ്പോൾ കാര്യങ്ങൾ നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ ഒറ്റ കാര്യം മാത്രം ചേർത്ത്, നിങ്ങൾക്കുണ്ടോ ഏത് പാർട്ടി വിശ്വാസികളാണോ, ഏത് കാര്യത്തിലാണ് നിങ്ങൾക്ക് ഒരു പാർട്ടിക്ക് വേണ്ടി വോട്ട് ചെയ്യണമെന്നൊക്കെ നിങ്ങൾ മാറ്റിവെച്ച് ഒരു ചോദ്യം മാത്രം നിങ്ങൾ മറുപടി പറഞ്ഞു. എന്താ നമ്മളുടെ ജനാധിപത്യത്തെ നമ്മൾ സംരക്ഷിക്കണം. ഈ വരാൻ പോകുന്ന വർഷങ്ങളിൽ 2 വർഷത്തിനകത്ത് തെരഞ്ഞെടുപ്പില്ല, അതിന് മുമ്പ് അതിന് രാജിവെച്ച് പോയിട്ടില്ലെങ്കിൽ ഈ 2 വർഷത്തിനകത്ത് നിങ്ങൾക്ക് വീണ്ടും ഒരു അവസരം കിട്ടും നിങ്ങൾ ഈ സന്ദേശം അയക്കാൻ. എന്തായിരിക്കും ആ സന്ദേശം? മര്യാദയ്ക്ക് വേണ്ടിയിട്ട്, സത്യത്തിന് വേണ്ടിയിട്ട്, വികസനത്തിന് വേണ്ടിയിട്ടും, അവസാനം നമ്മുടെ ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടും നമ്മൾ വോട്ട് ചെയ്താൽ മാത്രമേ ഈ നാട് വീണ്ടും നന്നാക്കാൻ സാധിക്കുള്ളൂ. അത് മാത്രം പറഞ്ഞിട്ട് ഇവിടെ പറഞ്ഞ എല്ലാ നല്ല വാക്കുകളോടൊപ്പം എൻ്റെ യോജിപ്പും കൂടി ഞാൻ പ്രഖ്യാപിച്ചിട്ട് എൻ്റെ വാക്ക് ചുരുക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. അധ്യക്ഷൻ, ഏറ്റവും ബഹുമാനരായ ഘടകൻ പ്രതിപക്ഷ നേതാവ് ശ്രീ സതീശൻ അവർക്ക്, കുഞ്ഞാലിക്കുട്ടി സാഹിബ്, ശ്രീ ശശി തരൂർ MP ഉൾപ്പെടെയുള്ള ബഹുമാനരായ നേതാക്കളെ സഹപ്രവർത്തകർ, സംസ്ഥാന വ്യാപകമായി ഐക്യജനാധിപത്യ മുന്നണി പ്രക്ഷോഭത്തിലാണ്. മാഫിയ സംരക്ഷകനായ മുഖ്യമന്ത്രി രാജിവെക്കുക എന്നുള്ളതാണ് ഈ പ്രക്ഷോഭത്തിൻ്റെ ഏറ്റവും സുപ്രധാനമായ സന്ദേശം. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി മാഫിയ സംഘങ്ങളുടെ സംരക്ഷകനാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണം. അദ്ദേഹത്തിൻ്റെ ഈ മാഫിയ ബന്ധവും അദ്ദേഹത്തിന് ലഭിക്കുമെന്നുറപ്പുള്ള ശിക്ഷയും ഒഴിവാക്കുവാൻ വേണ്ടി കേന്ദ്രം ഭരിക്കുന്ന BJPയുടെ ഏറ്റവും സ്വാഭാവിക സഖ്യകക്ഷിയായി അദ്ദേഹം മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ കുറേ കാലത്തെ നമ്മുടെ നാട്ടിലെ ഏറ്റവും കുപ്രസിദ്ധമായ സംഭവവികാസങ്ങൾ പരിശോധിച്ചാൽ അതിലെല്ലാം തന്നെ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യം കാണാൻ സാധിക്കും. ഇപ്പോൾ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് മുഖ്യപ്രതി സ്വപ്ന സുരേഷ് കൊടുത്ത മൊഴിയിൽ മുഖ്യമന്ത്രിയുടെ പേരുണ്ട്. കേരളം സമീപകാലം കണ്ട ഏറ്റവും വലിയ അഴിമതി കേസായ ലൈഫ് കുംഭകോണത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് ജയിലിൽ പോയത്. ക്വാസി ജുഡീഷ്യൽ ബോഡിയായ ഇന്റർവ്യൂം സെറ്റിൽമെന്റ് ബോർഡിന്റെ വിധിയിൽ 100 കോടി രൂപ കൈക്കൂലി വാങ്ങിയ PV ശ്രീ പിണറായി വിജയനാണ്. അദ്ദേഹത്തിൻ്റെ മകൾ വീണ വിജയൻ മാസപ്പടി വാങ്ങിയെന്ന് വ്യക്തമാണ്. അങ്ങനെ ഒരു സീരീസ് ഓഫ് ക്രൈംസിൽ കുറ്റവാളിയായ ആളാണ് ശ്രീ പിണറായി വിജയൻ. അതോടൊപ്പം തന്നെ കേരളം കണ്ട ഏറ്റവും വലിയ കുംഭകോണമായ ലാവലിൻ കേസ് തുടർച്ചയായി 40 തവണ CBI കോടതിയിൽ മാറ്റിവെച്ചുകൊണ്ടിരിക്കുന്നു. ഇതിലെല്ലാം ശിക്ഷിക്കപ്പെടുമെന്ന് ഉറപ്പുവരുന്ന ശ്രീ പിണറായി വിജയൻ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ സ്വീകരിച്ചിരിക്കുന്ന ഏറ്റവും വലിയ മാർഗം സംഘപരിവാറുമായി ഉണ്ടാക്കിയിരിക്കുന്ന ബന്ധമാണ്. ക്രമസമാധാനത്തിന്റെ ചുമതലയുള്ള ADGPയെ പോലും തന്റെ ദൂതനായി RSSുമായി ഇത്തരം സഖ്യത്തിന് ഉപയോഗിച്ചൊരു മുഖ്യമന്ത്രിയാണ് ഇന്ന് കേരളം ഭരിക്കുന്നത്. സമീപകാല കേരളം കണ്ട ഏറ്റവും വലിയ അട്ടിമറി തൃശൂർ പൂരം അട്ടിമറിച്ചതിന് പിന്നിൽ ഈ ഒരു കൂട്ടുകെട്ടാണ്. അങ്ങനെ മാഫിയകളെ സംരക്ഷിക്കുന്ന, രാജ്യത്ത് സംഘപരിവാറിന്റെ അടിമയായി ജീവിക്കുന്ന, കേരളത്തിന്റെ ക്രമസമാധാനത്തെ തകർക്കുന്ന, സമസ്ത മേഖലയും തകർക്കുന്ന ഈ മുഖ്യമന്ത്രി രാജിവെച്ചേ മതിയാകൂ എന്ന ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രക്ഷോഭത്തിന് അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. നിർത്തട്ടെ. ജയ് ഹിന്ദ്, ജയ് ODF. ഇതിലൂടെ എങ്ങനെയാണ് വണ്ടി ഓടുന്നത് എന്ന് കാണാൻ വേണ്ടി വന്നതാണ്. അതാണ് കഥ. അപ്പൊ അതുകൊണ്ട് തന്നെ കേരളം അവന്റെ മോനോട് കേസ് ഏറ്റവും അമേരിക്ക കഴിഞ്ഞാൽ പിന്നെ കേരളത്തിലാണ് പറയുന്നത്. ഏറ്റവും അധികം സ്വർണം കടകൾ, ജ്വല്ലറി, കാര്യങ്ങളും ഒക്കെ ഉള്ളത് ഇവിടെയാണ്. പക്ഷേ ഇതിൽ വരുമാനമില്ല. എന്താ കഥ? ഒന്നും നോക്കുന്നില്ല. ഇവിടെ കരുണാകരന്റെ ഗവൺമെന്റ്, അത് കഴിഞ്ഞ് ആന്റണി ഗവൺമെന്റ്, ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ഒക്കെ ഭരിച്ചപ്പോ ഈ സംസ്ഥാനം ഏത് നിലയിലിരുന്നു? എത്ര ആളുകൾക്ക്, ജനങ്ങൾക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു ഗവൺമെന്റ്. ആ പ്രതീക്ഷ ഇന്ന് അസ്തമിച്ച് സംസ്ഥാനത്തിന്റെ കേരളം എന്ന ഗുണം ആരോഗ്യത്തിൽ പോയി, ഡെവലപ്മെന്റിൽ പോയി, അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിൽ പോയി. കുട്ടികൾ നാടുവിട്ടുകൊണ്ടിരിക്കുകയാണ്.
ഇനി എന്താണ് കേരള ബ്രാൻഡ്? എല്ലാം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ദുസ്ഥിതിയിൽ നിന്ന് കേരളത്തെ രക്ഷിക്കാനുള്ള അന്തിമ പോരാട്ടത്തിൽ UDF വിജയിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ധാരാളം നേതാക്കന്മാരുള്ളതും ഞാൻ എല്ലാ അഭിവാദ്യമായിട്ട് കേരള സംസ്ഥാനത്തെ 14 ജില്ലകളിൽ ഇതുപോലെയുള്ള പ്രതിഷേധ സമരങ്ങൾ നടത്തുന്നതിന്റെ ഭാഗമായി ഭരണസിരാ കേന്ദ്രമായ സെക്രട്ടേറിയറ്റ് മുന്നിൽ ഇന്നിപ്പോൾ UDF സംസ്ഥാന ചെയർമാൻ പ്രിയങ്കരനായ VD സതീശൻ ഈ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. നമ്മൾ ദീർഘമായ ഒരു സംസ്ഥാനത്തിലേക്ക് മുതിരുന്നില്ല. എല്ലാ നേതാക്കന്മാരും ഇതിലെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ കുറിച്ച് വളരെ വിശദമായി പറഞ്ഞ സാഹചര്യത്തിൽ ഒരു കാര്യം മാത്രം പറയുവാൻ ആഗ്രഹിക്കൂ. നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഒരുപാട് ബഹുമാന്യരായ മുഖ്യമന്ത്രിമാർ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിമാരായി വരികയും ഭരണം നടത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത്രമാത്രം നിന്ദ്യമായ നീചമായ അഴിമതി പങ്കിലമായ ഒരു ഭരണകർത്താവ് ശ്രീ പിണറായി വിജയൻ മാത്രമാണ് എന്നുള്ള കാര്യം നമുക്കറിയാം. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം എത്രയോ അഴിമതിക്കാർ കൊണ്ട് ചീഞ്ഞു നാറി എന്നിട്ടും അധികാരത്തിൽ നിന്ന് പുറത്തു പോകുവാനുള്ള ധാർമ്മികമായ സാമാന്യ മര്യാദ പോലും കാണിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഞാൻ അക്കൗണ്ട് ഒരു കാര്യങ്ങളും പറയാൻ ആഗ്രഹിക്കുന്നില്ല. സ്വന്തം കുടുംബത്തിന് വേണ്ടി, സ്വന്തം മകൾക്ക് വേണ്ടി, മരുമകന് വേണ്ടി, മകന് വേണ്ടി ഒക്കെ കോടി രൂപയുടെ അനുമതി നടത്തിക്കൊണ്ട് കൂടെയുള്ള പ്രവർത്തകരെ മുഴുവൻ ഒരക്ഷരം അദ്ദേഹത്തിനെതിരായി മിണ്ടാനൊക്കാത്ത അവസ്ഥ ഉണ്ടാക്കിക്കൊണ്ട് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയെ ബംഗാളിൽ 35 വർഷം അധികാരത്തിന് ശേഷം ഒരു MLA പോലും ഇല്ലാത്തൊരു സാഹചര്യം സൃഷ്ടിക്കുന്നത് പോലെ ഇവിടെയും താൻ അവസാനത്തെ മുഖ്യമന്ത്രിയായി തന്നെ വിരാജിക്കണം എന്നുള്ള രീതിയിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നിലനിൽപ്പ് തന്നെ ഇല്ലാതാക്കിക്കൊണ്ട് മുന്നോട്ട് നീങ്ങുന്ന ശ്രീ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അല്പമെങ്കിലും ധാർമ്മികത ഉണ്ടാകുന്നുണ്ടെങ്കിൽ, ലക്ഷ്യമുണ്ടെങ്കിൽ അധികാരത്തിൽ നിന്ന് പുറത്തു പോകുവാനുള്ള മര്യാദ കാണിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ കടന്നുന്ന മുഴുവൻ നേതാക്കന്മാർക്കും എല്ലാവിധമായ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ സ്വീകരിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ അഭിവാദനങ്ങൾ. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ഉദ്ഘാടനം കേരളത്തിന്റെ പ്രിയങ്കരനായ ജനപക്ഷ നേതാവ് ശ്രീ VD സതീശൻ, വേദിയിൽ സന്നിഹിതരായിട്ടുള്ള പ്രിയപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉൾപ്പെടെയുള്ള ശശി തരൂർജി ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മളൊരു യുദ്ധത്തിന് തന്നെയാണ് ഇറങ്ങിയിരിക്കുന്നത്. കേരളത്തെ ഇത്രയും കട്ടുമുടിച്ച കേരളത്തിലെ ജനങ്ങളുടെ മനസ്സമാധാനം പോലും ഇന്ന് കേരളത്തിലെ ഏതെങ്കിലും വിഭാഗത്തിൽപ്പെട്ട ജനങ്ങൾക്ക് മനസ്സമാധാനത്തോടു കൂടി ഒന്ന് ജീവിക്കാൻ കഴിയുന്നുണ്ടോ? ഒന്ന് ഉറങ്ങാൻ കഴിയുന്നുണ്ടോ? ഒന്ന് ജോലി ചെയ്യാൻ കഴിയുന്നുണ്ടോ? കേരളത്തിലെ സ്ത്രീകൾക്ക് റോട്ടിലൂടെയോ ട്രെയിനിലൂടെയോ സഞ്ചരിക്കാൻ കഴിയുന്നുണ്ടോ? അവരുടെ വീടുകളിൽ പോലും സുരക്ഷിതത്വം ഇല്ലാത്ത ഒരു സാഹചര്യത്തിലേക്കൊക്കെ ഈ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ, ഈ ഒരു സാഹചര്യത്തിലേക്ക് തള്ളിവിട്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഒരു കാര്യം മാത്രം പറയാൻ ആഗ്രഹിക്കുകയാണ്. കേരളത്തിലെ വീട്ടമ്മമാർ ഉണ്ണിയാർച്ചകളായി മാറിക്കൊണ്ട് തന്നെ പിണറായി വിജയനെതിരെ, പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി രാജിവെക്കും വരെ ശക്തമായ പ്രതിഷേധങ്ങളുമായി UDFന്റെ ഒപ്പം തന്നെ കേരളത്തിലെ സ്ത്രീകൾ ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇത്രയും മനസ്സമാധാനം കെടുത്തിയ ഈ ഒരു ദുർഭരണത്തിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ ഇനിയും ഉയരും. UDFന്റെ ഈ സമരത്തിന് മഹിളാ കോൺഗ്രസിന്റെ എല്ലാവിധ അഭിവാദ്യങ്ങളും നേരുന്നു. എല്ലാവർക്കും ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രത്യേകം നന്ദി അറിയിക്കുക.
വാർത്തകളും വിശേഷങ്ങളും അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.